വിരാട് കോഹ്ലിയുടെയും ഋതുരാജ് ഗേക്വാദിന്റെയും രണ്ട് കിടിലൻ സെഞ്ചുറികൾ. പടുകൂറ്റൻ സ്കോർ നേടിയ ഇന്ത്യ. എന്നാൽ ബൗളർമാരുടെ മോശം പ്രകടനവും ചോരുന്ന കൈകളുമായി ഫീൽഡർമാരും കൂടി ഒത്തുചേർന്നപ്പോൾ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക റെക്കോർഡ് റൺ ചേസ് നടത്തി വിജയം നേടിയെടുത്തു. ഇന്ത്യ ഉയർത്തിയ 358 റൺസ് പിന്തുടർന്ന് സൗത്ത് ആഫ്രിക്ക വിജയിച്ചു. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 50 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് 358 റൺസ് എടുത്തത്. വിരാട് കോഹ്ലിയുടെയും ഋതുരാജ് ഗേക്വാദിന്റെയും സെഞ്ചുറിയായിരുന്നു ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ പ്രത്യേകത. 93 പന്തിൽ വിരാട് കോഹ്ലി 102 റൺസ് അടിച്ചപ്പോൾ ഋതുരാജ് ഗേക്വാദ് 83 പന്തിൽ 105 റൺസ് എടുത്തു. യശസ്വി ജയ്സ്വാൾ 22 റൺസും രോഹിത് ശർമ്മ 14 റൺസോടെയും മടങ്ങി. KL രാഹുൽ 43 പന്തിൽ 66 റൺസോടെ പുറത്താകാതെ നിന്നു. വാഷിംഗ്ടൺ സുന്ദർ 1 റണ്ണോടെ റണ്ണൌട്ടായി മടങ്ങിയപ്പോൾ രവീന്ദ്ര ജഡേജ 24 റണ്ണോടെ പുറത്താകാതെ നിന്നു. അങ്ങനെ 358 എന്ന പടുകൂറ്റൻ വിജയലക്ഷ്യം ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്ക് നൽകി. എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് തുടക്കത്തിൽ തന്നെ ഒരു വിക്കറ്റ് നഷ്ടമായി. 26 റൺസിൽ 8 റൺസോടെ ക്വിന്റൻ ഡീകോക്ക് മടങ്ങി. എന്നാൽ ഏഡൻ മാർക്രം അവർക്ക് വേണ്ടി ഒരു തകർപ്പൻ സെഞ്ചുറിയാണ് നേടിയത്. 98 പന്തിൽ അദ്ദേഹം 110 റൺസ് നേടിയപ്പോൾ ടെമ്പ ബാവുമ 46, മാത്യു ബ്രീറ്റ്സ്കെ 68, ഡെവാൾഡ് ബ്രവിസ് 54, ടോണി ഡിസോർസി 17, മാർക്കോ ജാൻസൺ 2, കോർബിൻ ബോഷ് 29, കേശവ് മഹാരാജ് 10 എന്നിവരുടെ ഇന്നിംഗ്സുകളെല്ലാം ആയപ്പോൾ 49.2 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ദക്ഷിണാഫ്രിക്ക വിജയം പിടിച്ചെടുത്തു. ഇന്ത്യക്ക് വേണ്ടി ഹർഷ്ദീപ് സിംഗ് 10 ഓവറിൽ 54 റൺസ് വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ഹർഷിത് റാണ 10 ഓവറിൽ 70 റൺസിന് 1 വിക്കറ്റ് വീഴ്ത്തി. പ്രസിദ്ധ് കൃഷ്ണ 8.2 ഓവറിൽ 85 റൺസ് വഴങ്ങി 2 വിക്കറ്റാണ് എടുത്തത്. കുൽദീപ് യാദവ് 10 ഓവറിൽ 78 റൺസ് വഴങ്ങിയപ്പോൾ രവീന്ദ്ര ജഡേജ 7 ഓവറിൽ വഴങ്ങിയത് 41 റൺസ്. വാഷിംഗ്ടൺ സുന്ദർ 4 ഓവറിൽ 28 റൺസും വഴങ്ങി. അങ്ങനെ 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര. 2 ടീമുകളും ഓരോ മത്സരം വിജയിച്ച് ഇപ്പോൾ ഒപ്പമാണ്. ഒരു മത്സരം കൂടിയാണ് സീരീസിൽ ഇനി ബാക്കിയുള്ളത്.